ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. നികുതി കൊള്ളയ്ക്കെതിരെയും സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നികുതി കൊള്ള അവസാനിപ്പിക്കുക, സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി E. വേണുഗോപാല മേനോൻ നിർവഹിച്ചു. ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താണ് പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് തൊഴിലാളി വിഭാഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നിപ്പോൾ CITU, കേരളത്തിലെ CPM-ന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മുഴുവൻ തൊഴിലാളികളും അംഗത്വമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന CITU ഈ ഗവൺമെന്റിനെതിരായി സമരം പ്രഖ്യാപിച്ചിരുന്നതാണ്. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ പല വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CITU ഈ ഗവൺമെന്റിനെതിരായി സമരം പ്രഖ്യാപിച്ചിരുന്നത്. ആ സമരത്തിനെ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ അധികാരം അല്ലെങ്കിൽ പാർട്ടിയുടെ ആ മേൽക്കോയ്മ വെച്ചുകൊണ്ട് ആ സമരം നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി CPM-ഓ അല്ലെങ്കിൽ അവരുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള CITU-ഓ ശബ്ദമുയർത്തുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം, ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാണ് ഈ ഗവൺമെൻറ് പിടിച്ചു നിൽക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിക്കാനും ഉപയോഗിക്കുന്നത് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണ്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായി കടക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും കഴിഞ്ഞ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 2500 കോടി രൂപ അല്ല 2500 വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചില്ല. കുടിശ്ശികയില്ലാതെ കൊണ്ട് എല്ലാ മാസവും കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. അതൊരു ഭാഗത്തവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഓരോ വിഭാഗം തൊഴിലാളികൾക്കും വേണ്ടി ക്ഷേമനിധി കോർപ്പറേഷനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി കോർപ്പറേഷൻ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ഇവിടുത്തെ ഈ സമൂഹത്തിലെ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപികമാർ ആ സ്ഥാനം ഏറ്റെടുക്കാൻ പോലും കഴിയുന്നില്ല. കടക്കെണിയിലാണ്. കർഷകർ കടക്കെണിയിലാണ്. ഇന്ന് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യനെ ഒരാഴ്ചയ്ക്കുള്ളിൽ 5ഓളം പേരാണെന്ന് മരിച്ചിരിക്കും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, അതിനെല്ലാം പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് പണം നീക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അരാഷ്ട്രീയവാദികളും ബുദ്ധിജീവികളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടാതെ മറ്റൊന്നിന്റെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത നമുക്ക് കണ്ടുവരുന്നു. 2023-24 ബഡ്ജറ്റിലെ ഏകദേശം 15,000 കോടി രൂപ കേരള ഗവൺമെന്റ് നിയമസഭയിൽ വെച്ച് പാസാക്കി. അതിനുശേഷം ഈ രാജ്യത്തെ ഗവർണർ അത് ഒപ്പിട്ടു. ആ ഒപ്പിട്ട ആ ബഡ്ജറ്റിലെ 15,000 കോടി രൂപ ഈ പിണറായി സർക്കാർ ആരോട് ചോദിക്കാതെ നിയമവിരുദ്ധമായി അത് വെട്ടിച്ചുരുക്കി. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, ആരും മിണ്ടുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ, കോടികളുടെ കണക്കുകൾ ഇവിടെ വെച്ച് പാവപ്പെട്ടവന്റെ കണ്ണ് തുറപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണടപ്പിക്കുന്ന രീതിയിലുള്ള കോടികളുടെ വാഗ്ദാനം, അതൊന്നും തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്ത് നടപ്പിൽ വന്നിട്ടില്ല എന്നുള്ളത് നഗ്നമായ സത്യമാണ്. ഗിരിജൻ, DCC ജനറൽ സെക്രട്ടറി TA രാധാകൃഷ്ണൻ, A. അസനാർ, സരിത, ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, ചേലക്കര.